ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഓറഞ്ച് കേക്കുമായിട്ടാണ്. ഇന്നും ഓവണൊന്നും ഇല്ലാതെ തന്നെയാണ് ഈ കേക്ക് ചെയ്യുന്നത്. 1 കിലോ വെയിറ്റ് വരുന്നൊരു ഓറഞ്ച് കേക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാനൊരു 2 കിലോ വെയിറ്റ് വരുന്നൊരു ഓറഞ്ച് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്കൊരു ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെയല്ല, കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടാണ് ഇന്ന് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണിൽ നിന്നും ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് നമുക്കൊന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പിലോട്ടേക്ക് 1 കപ്പ് മൈദപ്പൊടി എടുക്കാം. 250 ml നല്ല വടിച്ചെടുത്തിട്ട് വേണം മൈദ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തെടുക്കുക. 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ കേക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ലപോലെ ഒന്ന് അരിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ചെടുക്കാം. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ ഉണ്ടാവണം. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഓറഞ്ച് ഫുഡ് കളറും വരുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ എസൻസും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളറും ചേർത്തിട്ട് ഒന്ന് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങണം. ജസ്റ്റ് ഒന്ന് ബീറ്റായി വന്നാൽ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഹൈ സ്പീഡിൽ വേണം പിന്നീട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുട്ട നല്ല ഫ്ലഫി ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താൽ മതിയാവും. 2-3 ബാച്ചായിട്ട് വേണം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം നമുക്കിത് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. കേക്കിന് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ ബട്ടർ ചേർക്കുമ്പോഴാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു 8 ഇഞ്ച് വലിപ്പമുള്ള ഒരു സോസ് പാനിലേക്ക് ഈ ബാറ്റർ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് വേണ്ടിയിട്ട് ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ 25 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വെയിറ്റ് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ 25 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മുകൾ വശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതൊന്ന് കുത്തിയിട്ട് നോക്കാം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് സ്ക്യൂർ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ക്രീമൊന്ന് ബീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബീറ്ററിൻ്റെ ഈ ബ്ലേഡും പിന്നെ പാത്രവും ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം, നല്ല ലൂസായിട്ടുള്ള വിപ്പിംഗ് ക്രീം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വിപ്പിംഗ് ക്രീം ഒരിക്കലും തന്നെ ഫ്രീസറിൽ നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ ഐസൊക്കെ പോയതിന് ശേഷം ഉപയോഗിക്കുക. പക്ഷേങ്കിൽ കുറച്ച് തണുപ്പുണ്ടാവുകയും വേണം. അപ്പോൾ ആദ്യം ഒന്ന് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അതിനുശേഷം സ്പീഡൊന്ന് കൂട്ടിക്കൊടുത്തിട്ട് നല്ല സ്റ്റിഫ് ആവുന്നത് വരെ ഒന്ന് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല സ്റ്റിഫ് ആവുന്നത് വരെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്യാം.
അപ്പോൾ കേക്ക് നല്ലപോലെ തണിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് നമ്മളിതുപോലെ ലെയർ ചെയ്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കിന് ലെയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലോട്ട് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി കേക്ക് നല്ലപോലെ ഒന്ന് ഷുഗർ സിറപ്പിലൊന്ന് വെറ്റാക്കി എടുക്കണം. അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്തതാണ് ഈ ഷുഗർ സിറപ്പ്. വേണമെന്നുണ്ടെങ്കിൽ അതിലൊരു 2-3 ഡ്രോപ്സ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് ഷുഗർ സിറപ്പിലൊന്ന് വെറ്റ് ചെയ്യുക. അത് നല്ലോണം അബ്സോർബ് ചെയ്ത ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക. ക്രീം വെച്ചിട്ട് എല്ലാ സൈഡിലും ഒരുപോലെ നന്നായിട്ടൊന്ന് ക്രീം ഒന്ന് തേച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് നന്നായിട്ട് വെറ്റതിന് ശേഷം നല്ലപോലെ ഒന്ന് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റിൽ ലെയറും കൂടെ വെച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് ഷുഗർ സിറപ്പിൽ വെറ്റാക്കി എടുക്കണം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ഷുഗർ സിറപ്പിൽ വെറ്റാക്കുന്നത്. അതിനുശേഷം നമുക്ക് ആദ്യമായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രം കോട്ട് ചെയ്തിട്ട് നമ്മൾ ഐസിങ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ഐസിങ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നുകിൽ ഇതുപോലെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമുക്കൊരു സ്ക്രേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില കൊണ്ടോ ഒന്ന് നീറ്റാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം അതൊരു 10 മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് ഫൈനൽ ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചൊരു പിങ്ക് കളർ ചേർത്തിട്ടുണ്ട്. ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ക്രീം ഒന്ന് വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് നീറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ സൈഡിൽ ഇതുപോലെ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരക്കുന്ന സമയത്ത് ഒരു 2-3 പ്രാവശ്യം ഒന്ന് കേക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഐസിങ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് 1/2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ഞാനിവിടെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ഓറഞ്ച് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗനാഷ് റെഡിയാക്കിയിട്ട് അതിൽ കുറച്ച് ഓറഞ്ചിൻ്റെ എസൻസ് ചേർത്തതാണ്. ഇപ്പോൾ കളറായിട്ടുള്ള ചോക്ലേറ്റൊക്കെ കിട്ടുന്നുണ്ട്, ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് നമുക്കിതുപോലെ ഒന്ന് ഫ്രഷ് ക്രീമും ചേർത്തിട്ടൊന്ന് മെൽട്ടാക്കി എടുത്താൽ മതി. പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും ഗനാഷ് ചെയ്തിട്ടുണ്ട്. ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം, വളരെ കുറച്ച് മതിയാവും. അപ്പോൾ ഇതിൻ്റെ ഒന്നും വീഡിയോ ഇന്ന് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ ചെയ്തൊരു കേക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ്. അപ്പോൾ ഇത് കേക്ക് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ വല്ലതും തട്ട് വെച്ചതിന് ശേഷം നമ്മുടെ കേക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗനാഷ് നല്ലപോലെ ഒന്ന് തണിഞ്ഞതിന് ശേഷം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വേണം ഗനാഷ് എപ്പോഴും ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് നല്ലൊരു ഗ്ലൈസിങ് കിട്ടും. അപ്പോൾ നമ്മൾ കേക്ക് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഗനാഷ് ചേർത്ത് കൊടുക്കുന്നില്ല, മുകളിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ
അപ്പോൾ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷും കൂടെ സൈഡിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്യണം നിർബന്ധമില്ല. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കാണാൻ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയാണ്. ഓറഞ്ചും ഒരു ബ്ലാക്ക് കളറും കൂടെ വരുന്ന സമയത്ത് നമ്മുടെ കേക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷന് ശേഷം ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കേക്കിൻ്റെ ബോർഡിൽ സൈഡുകളിലൊക്കെ ഒന്ന് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ടോ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ സ്റ്റൈലായിട്ട് ചെറിയൊരു ബോർഡർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരു ഓപ്പൺ സ്റ്റാർ നോസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്കിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ചെറിയൊരു സ്റ്റാർസ് വരച്ചു കൊടുക്കാം. കേക്കിന് ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ചോക്ലേറ്റ് ഡെക്കറേഷൻസൊക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ചെറിയൊക്കെ വെച്ച് കൊടുക്കുക. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ. പിന്നെ കുറച്ച് പേരൊക്കെ എഴുതാണ്ടായിരുന്നു, അതിന് ശേഷം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു ഓറഞ്ച് കേക്ക്. 1 കിലോ വരുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് കേക്ക്, നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഓറഞ്ച് കേക്കാണ്. ഇത് കഴിച്ചിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ഞാനിവിടെ ആശംസിക്കുന്നു. ഈ 2020 എല്ലാവർക്കും നല്ലൊരു നന്മ നിറഞ്ഞൊരു നല്ലൊരു സമാധാനമുള്ളൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഒന്ന് റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കിട്ടുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്